പ്രത്യേകമായ സാഹചര്യം ആണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തെ സംബന്ധിച്ച് കേരളം മുഴുവൻ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതുമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരേകപക്ഷീയമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രചരണ രീതികളാണ് ഇവിടെ അവലംബിക്കപ്പെട്ടത്. അതിനെതിരായിട്ട് അതിവിപുലമായ ജനകീയ അഭിപ്രായം മതനിരപേക്ഷ മനസ്സുകളിൽ നിന്നെല്ലാം ഉണ്ടായി. സ്വാഭാവികമായും ആളുകൾക്ക് പോളിംഗ് എല്ലാം കഴിഞ്ഞു. വോട്ടെണ്ണലിനെ തുടർന്ന് എന്തെങ്കിലും സമാധാന ഭംഗമുണ്ടാകുമോ, സംഘർഷ സാധ്യത ഉണ്ടാകാനിടയുണ്ടോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. അവിടെയാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ഭാരവാഹികളെ കണ്ണൂർ റേഞ്ച് DIG തന്നെ വിളിച്ചു ചേർത്തു. പോലീസ് മേധാവികളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ മനസ്സാലെ DIGയുടെ സാന്നിധ്യത്തിൽ പോളിങ്ങിനെ തുടർന്ന് യാതൊരുവിധ സംഘർഷ സാധ്യതകളും ഉടലെടുക്കാത്ത വിധം മുൻകൂട്ടിയുള്ള ജാഗ്രത പാലിക്കണമെന്നും പാലിക്കുക മാത്രമല്ല താഴെ തലം വരെ ഇടപെടണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ ചില നിലപാടുകൾ പൊതുവായിട്ട് ഇന്നത്തെ യോഗം കൈക്കൊള്ളുകയുണ്ടായി. അത് 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത്. എണ്ണിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫലം പുറത്തു വരുമ്പോൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മുന്നണിക്ക് വിജയാഹ്ലാദ പ്രകടനങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം 7 മണി വരെയുള്ള സമയത്തിനകം നടത്താമെന്നും അതുപോലെ തന്നെ അത്തരം പ്രകടനങ്ങൾക്കുമെല്ലാം പൊതുവിലൊരു പെരുമാറ്റച്ചട്ടം അതും പൊതുവെ ചർച്ച ചെയ്ത് എല്ലാവരും ഏകമനസ്സാലെ അംഗീകരിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മുന്നണി ഭൂരിപക്ഷം നേടും എന്നുള്ളതാണല്ലോ. രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടും, ഭരണസാധ്യത ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ മറ്റവർ. ആർക്കാണോ കേന്ദ്രത്തിൽ അവർ പിറ്റേ ദിവസം അതിനനുസരിച്ച ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുക. ഈ നിലയിലുള്ള ഒരു ക്രമീകരണങ്ങൾ പൊതുവിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്ത്. അത് കർശനമായി നടപ്പിലാക്കുന്നതിന് താഴെ തലം വരെ ഓരോ പാർട്ടിയും, എല്ലാ പാർട്ടിയും എല്ലാ ദിക്കിലും ഉണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാ മുന്നണിയും ഉണ്ടാകും. എല്ലാ മുന്നണിയിലും അതുപോലെ പാർട്ടികളും അവരുടെ എല്ലാ കേന്ദ്രങ്ങളിലും അവർക്ക് ബന്ധപ്പെടാനാവുന്ന വിധത്തിൽ താഴെ തലം വരെ അണികളെ മുഴുവൻ ഇത് ബോധ്യപ്പെടുത്തി ഇത് നാടിൻ്റെ ഒരു പൊതു അവബോധമാക്കിയിട്ട് പൊതുധാരണയാക്കി മാറ്റാനാണ്. അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് 100% പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ രംഗത്തുണ്ടാകും. ഞങ്ങൾ നാടിൻ്റെ സമാധാനവും സൗഹാർദ്ദവും സമാധാനപരമായ അന്തരീക്ഷവും സഹവർത്തിത്വത്തിനുമാണ് ഞങ്ങൾ പരമമായ പ്രാധാന്യം നൽകുന്നത്. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ഞങ്ങളുണ്ടാവും. അതിനല്ലല്ലോ വിളിച്ചത്, അതിനല്ലല്ലോ. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനിയും രാഷ്ട്രീയമായ ചർച്ചകളും സംവാദങ്ങളൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നടന്നേക്കാം. ഇതല്ല, നാടിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാണ്. അതിൽ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലുണ്ട്. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഏതെല്ലാം വിധത്തിൽ പ്രചരിപ്പിച്ചാലും. നിങ്ങൾ ഈ മാധ്യമങ്ങളും കുറച്ചൊരു അവധാനത കാണിക്കണം എന്ന് പൊതുവായി നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. നിങ്ങളത് ചർച്ചയാക്കാൻ പല വിഷയങ്ങളും നിങ്ങൾ എത്രയോ 10, 20, 25 പരാതികൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സംബന്ധിച്ച് പോലീസിൻ്റെ മുമ്പാകെയുണ്ട്. അതെല്ലാം സംബന്ധിച്ച് പോലീസ് പരിശോധിച്ച് യുക്തമായ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ ആ നിലയിൽ വളരെ മ്ലേച്ഛമായ നിലയിൽ അപഹസിച്ചതും ആക്ഷേപിച്ചതും അതുപോലെ വർഗീയമായ നിലയിലും അശ്ലീലമായും എല്ലാം ആക്ഷേപിച്ചതുമായ ഒരുപാട് പരാതികളുണ്ട്. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞതും പെടും. ഇതെല്ലാം അതിൻ്റെയെല്ലാം സോഴ്സ് ഏതാണ് എന്ന് നോക്കിയിട്ട് കണ്ടെത്തി കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരുപാടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഇതും പെടും. അതെല്ലാം കൂടി ഒന്നിച്ച് പരിശോധിച്ച് പോലീസ് നടപടി സ്വീകരിക്കട്ടെ.